ഹലോ ഗൈസ്, ബാക്ക് ടു മൈ റിയാക്ഷൻ ചാനൽ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആട് ത്രീൻ്റെ ട്രെയിലറാണ്. അപ്പോൾ ഈ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണ ഒരു സിനിമയാണ്. മാർച്ച് 19 റിലീസ് ചെയ്യുന്നത്. റിലീസിങ് ദിവസം മൊത്തം ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഒന്നാമത് ദുരന്തർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടോക്സിക്കും ഉണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ എന്തായാലും ആട് ത്രീ തോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. എന്നിട്ട് പറയാം ബാക്കി അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണ എന്താണെന്നോ പാപ്പനും പിള്ളേരും ഒപ്പിക്കാൻ വേണ്ടിയതാവും. ടൈം ട്രാവൽ ടൈപ്പൊക്കെയാണെന്ന് പറയുന്നുണ്ട്, പഴയ കാലവും പുതിയ കാലവും ഒക്കെ നോക്കാം. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നത്. ഇത്തവണ എന്താ പറഞ്ഞേ? അങ്ങനെയാ കാർന്നോമാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. മൈസൂർ റോക്കറ്റോ? ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. മതിയോ? ഇനി ഇത് പിടി. ക്യാപ്റ്റൻ ക്രീഡസ് പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചെഗുവേരേ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട? തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. പടനായക എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. മമ്മൂക്കവൻ ഓൾറെഡി അങ്ങനെ വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? മ്യൂസിക് എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആട് ത്രീ വൺ ലാസ്റ്റ് ട്രൈ. പാട്ട് വണ്ണാ രണ്ട് പാട്ടുണ്ടത്. രണ്ട് പാട്ടായിട്ടുള്ള റിലീസ് ചെയ്യണേ. ഞാൻ ഒറ്റ പാട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഭയങ്കര വലിയ പടം ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ ഇതുപോലെ കഴിഞ്ഞു ചോദിച്ചിരിക്കുന്നു. അടിപൊളിയാവും. ഇപ്പൊ കൊള്ളാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയത് കാലവും അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ രീതിയിൽ അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ടൈം ട്രാവലൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും നോക്കാം നമുക്ക്. ഞാൻ എന്തായാലും കാണും. ആട് ത്രീ എനിക്ക് ആദ്യം കാണാം മിക്കവാറും. അത് കഴിഞ്ഞിട്ട് ടോക്സിക് ആണല്ലോ. 3 കണ്ടിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്തായാലും റിവ്യൂ പറയാം. 2 പാട്ടുണ്ടാവും എന്ന് വിചാരിച്ചില്ല. കുഴപ്പമില്ല, രണ്ടെണ്ണം എന്തായാലും കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ആട് ത്രീയില് എല്ലാവർക്കും ഓരോ ക്യാരക്ടറിനും ഫാൻ ബേസ് ഉള്ളതാണ്. ആ ക്യാരക്ടർ ഭയങ്കര രസമാണ്. പക്ഷെ എമീതായാലും സാത്താ സേവതായാലും ഡൂഡായാലും ഇവർക്കൊക്കെ സെപ്പറേറ്റ് ഫാൻ ബേസ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് മ്യൂസിക്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോരോ മ്യൂസിക്കും അതുപോലെ തന്നെ ഫാൻ ബേസ് വെച്ചിട്ട് ഒരു സീരീസ് പോലെ 1, 2, 3 സംഭവം അടിപൊളിയാണ്. ഒക്കെ എന്തായാലും കാണാൻ എന്തായാലും പോലും. അതിപ്പോൾ എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ നേരെ റിവ്യൂ പറയാം. നിങ്ങളിപ്പോൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ശരി, ബൈ ബൈ.